മഴയും കാറ്റും കലിതുള്ളിയെത്തിയപ്പോൾ താമസിച്ചിരുന്ന ഷെഡിൽ നിന്ന് 4 പെൺമക്കളുമായി ഓടി അടുത്ത വീട്ടിൽ രക്ഷ തേടുന്നതിനിടെ മരം ദേഹത്ത് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. വണ്ടൂരിനടുത്ത് ചെറുകോട് മേലെണ്ണം ചെണ്ണയിൽ നഗർ നെച്ചിലൻ സുനിതയാണ് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. കഴിഞ്ഞ 28-ന് വൈകിട്ടാണ് അപകടമുണ്ടായത്. പ്ലാസ്റ്റിക് ഷീറ്റും പഴയ ഫ്ലെക്സ് ഷീറ്റും വലിച്ചുകെട്ടിയുണ്ടാക്കിയ ഷെഡിലാണ് സുനിതയും ഭർത്താവ് നെച്ചിലൻ വാസുവും 4 പെൺമക്കളും താമസിച്ചിരുന്നത്. ശക്തമായ മഴയും കാറ്റും വരുന്നത് കണ്ടപ്പോൾ ഷെഡിനു മുകളിൽ മരം വീഴുമെന്ന് ഭയന്നാണ് സുനിത മക്കളായ നിരഞ്ജന, നിവേദിത, നന്ദിത, നവനിക എന്നിവരെയും കൂട്ടി ബന്ധുവായ ശാന്തയുടെ വീട്ടിലേക്ക് ഓടിയത്. മുന്നിലോടിയ മക്കൾ വീടിനകത്തു കയറിയതിന്റെ തൊട്ടുപിന്നാലെ സുനിതയും എത്തിയെങ്കിലും ഇവരുടെ ദേഹത്തേക്ക് മരം വീഴുകയായിരുന്നു. നട്ടെല്ലിനടക്കം ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. തനിക്ക് അപകടം പറ്റിയപ്പോഴും മക്കൾ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലായിരുന്നു സുനിത. നിർധന ദലിത് കുടുംബമായിട്ടും ഒരു ഭവന പദ്ധതിയിലും ഇവർക്ക് വീട് കിട്ടിയില്ല. നിലവിൽ ഒരു ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുമില്ല. സ്വന്തമായി സ്ഥലവുമില്ല. തറവാട് വീടിന് സമീപം പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച ഷെഡിലാണ് താമസം. 10ാം ക്ലാസ് മുതൽ LKG വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളും ഇവിടെയാണ് കഴിഞ്ഞിരുന്നത്. അപകട സമയത്ത് ഭർത്താവ് വാസു സ്ഥലത്തുണ്ടായിരുന്നില്ല. ഓടിക്കൂടിയ നാട്ടുകാരാണ് സുനിതയെ ആശുപത്രിയിലാക്കിയത്. ഇതുവരെയുള്ള ചികിത്സാ ചെലവും നാട്ടുകാരുടെ സഹായത്തോടെയാണ് കണ്ടെത്തിയത്. അമ്മ സുരക്ഷിതമായി തിരിച്ചെത്തുമെന്ന് തന്നെയാണ് മക്കൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ സുനിതയുടെ മൃതദേഹം വീട്ടിലെത്തിയപ്പോൾ മക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പം ഒരു നാട് മുഴുവൻ തേങ്ങി.